നമ്മളിന്ന് ആനന്ദ് കി ഫുൾച്ചാടിയ എന്ന നിബന്ധമാണ് ചർച്ച ചെയ്യുന്നത്. ഈ നിബന്ധം എഴുതിയത് അനന്ത് ഗോപാൽ ഷെവ്ഡെ എന്ന് പറയുന്ന സാഹിത്യകാരനാണ്. അദ്ദേഹം 1911 ജനിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം 1979. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ നമുക്ക് നോക്കാം. നിശാഗീത്, ജ്വാലാമുഖി, मंगला, तीसरी हुक, कोरे कागज, दूर के ढोल. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത്, പ്രഥമ വിശ്വ ഹിന്ദി സമ്മേളൻ കെ മുഖ്യ സച്ചിവ്, അപ്പം അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ആദ്യത്തെ വിശ്വ ഹിന്ദി സമ്മേളനത്തിന്റെ. അഹിന്ദി പ്രദേശങ്ങളിലെ ലേഖകൻ എന്ന രീതിയിൽ ഹിന്ദി ഭാഷക്കോ വിശ്വ മഞ്ച് പർ പ്രതിഷ്ഠിത കർണമേ യോഗ്യത. ഹിന്ദി ഭാഷയെ ലോക തലങ്ങളിൽ അതിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ് അനന്ത് ഗോപാൽ ഷെവ്ഡെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ആനന്ദ് കി ഫുൾച്ചാടിയ എന്ന് പറയുന്ന ഈ നിബന്ധം भिन्न भिन्न घटनाओं के माध्यम से समाज का चित्र प्रस्तुत करने में लेखक सफल हुई. വിവിധ സംഭവങ്ങളെ ിലൂടെ അത് ലേഖകൻ സമൂഹത്തിന്റെ ഒരു യഥാർത്ഥ ചിത്രം ആണ് വരച്ചു കാട്ടുന്നത്. जीवन के प्रति सकारात्मक दृष्टिकोण रखने वाले अनंत गोपाल शेवड़े का निबंध आनंद की फुलझड़िया. അപ്പോൾ സകാരാത്മക ദൃഷ്ടികോണം, ഇപ്പം ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വീക്ഷണമാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം അതിൻ്റെ പേര് തന്നെ ആനന്ദ് കി ഫുൾഛടിയ എന്നാണ്. ആനന്ദത്തിൻ്റെ പുത്തിരികൾ എന്ന് പറയും. ആനന്ദം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ യോഗികളൊക്കെ അവർ അനുഭവിക്കുന്ന ആ ഒരു നിർവികാരമായ മനസ്സിന്റെ അവസ്ഥയെ ആനന്ദാവസ്ഥ എന്ന് പറയാറുണ്ട്. അതായത് സന്തോഷത്തെക്കാൾ ഉയർന്ന മേഖലയിലുള്ള ഒരു മനസ്സിന്റെ അവസ്ഥയാണ് ആനന്ദം എന്ന് പറയുന്നത്. അത് വെറും സന്തോഷമല്ല, മറിച്ച് അത് നമ്മുടെ മനസ്സിൽ നീണ്ടു നിൽക്കുന്നതും നമുക്ക് കൂടുതൽ ശക്തി നമുക്ക് നൽകുന്നതുമാണ് ആനന്ദം. ആനന്ദം നമുക്ക് പ്രാപ്തമാകുന്നത് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴല്ല, മറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, ഈ പ്രപഞ്ചത്തിന് വേണ്ടി നമ്മളാലൊരു നന്മ ചെയ്യുമ്പോൾ, മറ്റുള്ളവരിൽ ഒരു പുഞ്ചിരി ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ആത്മാവിനും വലിയൊരു അനുഭൂതി ഉണ്ടാകുന്നുണ്ട്. ആ അനുഭൂതി നമ്മുടെ ഒക്കെ വലിയ കരുത്തും മുന്നോട്ട് ഉള്ള പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള വലിയ കരുത്ത് നൽകും. അതാണ് യഥാർത്ഥമായ ആനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുക, അതിനുള്ള വഴികൾ ആണ്. അപ്പം അത് സാധാരണ അതിനെ നേടിയെടുക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയാണ്. അതിന് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമുക്ക് ചിലപ്പം അധികം പൈസ മുടക്കേണ്ട ആവശ്യമില്ല. വെറും നിസ്സാരമായ നമ്മുടെ ഒരു പെരുമാറ്റത്തിലൂടെ, ഒരു വാക്കിലൂടെയൊക്കെ മറ്റുള്ളവരിലേക്ക് വലിയ പ്രചോദനവും ആശ്വാസവും സന്തോഷവും ഒക്കെ പകരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അത് വെളിവാക്കുന്ന ചില സംഭവങ്ങളാണ് ഈ നിബന്ധയിലൂടെ അനന്ത് ഗോപാൽ ഷെവ്ഡെ വിവരിക്കുന്നത്. അപ്പം ഇത് 3-4 പേജ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ വായിച്ച് ആ സംഭവങ്ങളെ നമുക്കൊന്ന് കാണാം. एक बूढ़ा आदमी जिसके बाल सफेद हो गए थे जमीन खोद रहा था. एक नौजवान ने जो वहां से गुजर रहा था उस बुजुर्ग को परिश्रम करते देख पूछा, बाबा यह क्या कर रहे हो? അപ്പോൾ ഒരു പ്രായമായ വയസ്സനായ ഒരു മനുഷ്യൻ
അദ്ദേഹത്തിന്റെ തലമുടിയൊക്കെ നരച്ച് ആ പ്രായം കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഭൂമി കിളച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ കുഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഒരു ചെറുപ്പക്കാരൻ നവജവാൻ അതിലെ കടന്നു പോവുകയായിരുന്നു. അദ്ദേഹം ആ പ്രായമുള്ള ആ മനുഷ്യനോട് ചോദിച്ചു. അദ്ദേഹം പരിശ്രമിക്കുക, അദ്ദേഹത്തിന്റെ ആ കഠിനാധ്വാനം മണ്ണ് കുഴിക്കുന്ന കണ്ട്, ബാബാ യഹ് ക്യാ കർ റഹി ഹോ, നിങ്ങളിത് എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിച്ചു. ആം കി ഗുഠലിയാ ബോ രഹാ ഹോ ബുഢനെ കാ, ആ മാങ്ങയുടെ ആ വിത്ത് ഞാൻ ഇവിടെ കുഴിച്ചു വെക്കുകയാണ്. ഇസ് ഉമ്രമേ ഇസ്കെ ഫല കബ് ഖാവുകെ ബാബ, ഈ പ്രായത്തില് കുഴിച്ചു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളർന്ന് വലുതായി അത് ഫലം തരുമ്പോഴത്തേക്കും അദ്ദേഹം ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇത് കുഴിച്ചു വെച്ചാൽ അതിന്റെ ഫലം അനുഭവിക്കാൻ ഇയാൾക്ക് സാധിക്കില്ല. പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? മേ ഫൽ നഹി ഖാ സക്താ തോ ക്യാ ഹുവാ ബേട്ട, തും തോ ഖാ സകോഗെ. എനിക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എന്താ, നിനക്ക് കഴിക്കാൻ പറ്റുമല്ലോ. മേരെ തുമാരെ നാനി പോത്തെ തോ ഖായെങ്കിൽ, എന്റെയും നിന്റെയും മക്കളും മരുമക്കളും ഒക്കെ ഗ്രാൻഡ്സണൊക്കെ കഴിച്ചോളും. വഹ അമരായി മേരെ ദാദാനെ ലഗായി തീ തോ ഉസ്കെ ഫൽ മെനെ ഖായെ. അപ്പൊ അതിന്റെ അവിടെയുള്ള ചുറ്റുമുള്ള ആ മാന്തോട്ടം കണ്ടോ, അത് എന്റെ മുത്തശ്ശൻ നട്ടുപിടിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോഴിത് കഴിക്കാനായിട്ട് സാധിക്കുന്നത്. ഇസ്കെ ഫൽ മേരെ നാനി പോത്തെ ഖായെങ്കിൽ, അതുപോലെ തന്നെ ഈ മരത്തിന്റെ ഫലം എന്റെ പേരക്കുട്ടികൾ അനുഭവിക്കും, അല്ലെങ്കിൽ അവർ ഭക്ഷിക്കും എന്നാണ്. हमारे पूर्वजों की इसी मनोवृत्ति का फल है जो हम जगह जगह अमराई देखते हैं. നമ്മുടെ പൂർവികരുടെ ഈ മനോഭാവത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ വീട്ടിലെ പല സ്ഥലത്തും വലിയ മാവും ഒക്കെ നമ്മൾ കാണുന്നത്. അത് പലതും നമ്മൾ വെച്ചതല്ല, ഒരുപക്ഷെ നമ്മുടെ പിതാക്കന്മാരും വെച്ചതായിരിക്കില്ല, അവരുടെയും പിതാക്കന്മാര് പൂർവികരായിട്ടുള്ളവർ വെച്ചതാണ്. अपने स्वार्थी जीवन से ऊंचे उड़कर दूसरों को सुख और आनंद पहुंचाने का यह कैसा सुंदर स्वभाव है. ഇതെത്ര വലിയ മഹത്തരമായൊരു സ്വഭാവമാണ്. നമ്മുടെ സ്വന്തം സുഖം മാത്രമല്ല, മറിച്ച് വരാൻ പോകുന്ന തലമുറയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നത് എത്ര ഉത്കൃഷ്ടമായ മനോഭാവമാണ്. निसंदेह उस बूढ़े का जीवन एक परम सात्विक आनंद की दीप्ति से जगमगा उड़ा होगा. അദ്ദേഹത്തിന് ഒരു സംശയവുമില്ല, ആ മനുഷ്യന്റെ ഒരു നിസ്വാർത്ഥമായ ആനന്ദത്താൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട്. और उसकी मृत्यु बहुत शांत और कष्टहीन हुई होगी. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ മരണം വളരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വളരെ സ്വാഭാവികമായ രീതിയിലുള്ള ഒരു മരണം, ശാന്തമായ മരണം ആണ്. അപ്പോൾ പൃഥ്വിയിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത്, നല്ല പ്രവൃത്തികളും നന്മകളും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല മരണം ലഭിക്കും എന്നുള്ളതാണ്. हम लोग सभी यदि इस वृत्ति को हृदयंगम कर ले तो इस दुनिया में अधिक आनंद की सृष्टि हो सकेगी. നമ്മൾ എല്ലാവരും ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ, ഈ ലോകം മുഴുവൻ കൂടുതൽ ആനന്ദകരമായി മാറും എന്നാണ്. इसमें कोई शक नहीं, അതിൽ യാതൊരു സംശയവും ഇല്ല. हमारा जीवन सच्चे सुख के प्रकाश से आलोकित हो उठेगा. നമ്മുടെ ജീവിതം യഥാർത്ഥമായ സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സുഖം, ആനന്ദം. ആ ആനന്ദത്തിന്റെ പ്രകാശത്താൽ ഇവിടെ മുഴുവൻ പ്രകാശം, ഈ ലോകം മുഴുവൻ പരക്കും. എല്ലാവരും ആ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ്. ഇനി മറ്റൊരു സംഭവമാണ് അദ്ദേഹം ഓർമ്മിക്കുന്നത് പോലെ മറ്റൊരു സംഭവം. एक वृत्त संभ्रांत महिला रेलगाड़ी से सफर कर रही थी. ഒരു പ്രായമായ വളരെ മാന്യയായ ഒരു സ്ത്രീ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. वे खिड़की के पास बैठकर बीच बीच में अपनी मुट्ठी से कुछ चीज बाहर फेंकती जा रही थी. അവര് ഈ ട്രെയിനിന്റെ ജനലിന്റെ അടുത്ത് നിന്ന് ഇരിക്കുകയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് തന്റെ കയ്യിൽ നിന്നും എന്തോ ഈ ജനൽ വഴി എറിയുന്നുണ്ട്. एक सहयात्री ने जो यह देख रहा था पूछा, यह आप क्या कर रहे हैं? അപ്പൊ അതിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു യാത്രി അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? उस महिला ने जवाब दिया, ये सुंदर फलों और फूलों के बीज है. मैं इन्हें इस उम्मीद से फेंक रही हूँ कि
इनमें से कुछ भी अगर जट पकड़ लेके तो लोगों का इससे कुछ फायदा होगा. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ എൻ്റെ കയ്യിലുള്ള ചില പൂക്കളുടെയും പഴങ്ങളുടെയും ഒക്കെ വിത്തുകളാണ്, അത് ഞാനിങ്ങനെ എറിയുകയാണ്. അപ്പോൾ ഒരു പക്ഷേ അത് ചിലതൊക്കെ വേര് പിടിച്ച് അത് വളർന്നു വലുതായാൽ അത് പലർക്കും അതുകൊണ്ട് ഉപയോഗപ്രദമായും പഴങ്ങളും പൂക്കളും ഒക്കെ ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ എറിയുന്നത്. पता नहीं मैं इस रास्ते से फिर गुजरूं या न गुजरूं, इसलिए क्यों न मैं इस संधि का उपयोग कर लूं. ഇനി ഞാൻ ഈ വഴി യാത്ര ചെയ്യുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ സമയം ഞാൻ ഇതിനെ ഫലപ്രദമായി വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. आजकल के जमाने की रुपये और शिलिंग वाली स्वार्थी तहजीब के बावजूद दुनिया में ऐसे व्यक्ति है, इसलिए तो दुनिया रहने लायक बनी. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്തിൽ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത് പൈസ നേടുന്നതിനും ഓരോ ഷില്ലിംഗ് വാലി സ്വാർത്ഥി, സ്വയം ചുരുങ്ങുന്ന സ്വാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം ലോകം മാത്രം കാണുന്ന ഓരോരുത്തരുടെ ലോകം അവനവൻ്റേത് മാത്രമായ ഒരു ലോകത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു തികച്ചും സ്വാർത്ഥപരമായ ഒരു സ്വഭാവമുള്ള ഈ ലോകത്തില് അപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ്, ഇത്തരത്തിലുള്ള മനോഭാവമുള്ള ആളുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ലോകം നമുക്ക് വാസയോഗ്യമായി ഇരിക്കുന്നത് എന്നുള്ളതാണ്. भोगीवाद और भोग विलास की हाय हाय से परे रहने वाले निस्वार्थ और आदर्श प्रिय लोग न होते तो हम कब के रसातल को पहुंच गए होते. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളതാണ്. ऐसे भी व्यक्ति है जो इस जमाने के अंधकार में भी आनंद की फुलछड़ी आंख से प्रकाश फैलाते रहे. അപ്പോൾ ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ഇത്തരത്തിലുള്ള ആളുകളാണ് പ്രകാശത്തിന്റെ പുത്തിരികൾ പരത്തുന്നത്. जिन्हें देखकर हम मानव जाति के भविष्य पर श्रद्धा और विश्वास कर सकते हैं. ഇത് കാണുമ്പോൾ മനുഷ്യരിലുള്ള ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ ശ്രദ്ധയും അല്ലെങ്കിൽ ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളും പ്രവൃത്തികളും ഒക്കെ കാണുമ്പോഴാണ്. अमेरिका के प्रेसिडेंट बेंजामिन फ्रैंकलिन के बारे में एक सुंदर बात सुनी जाती है. അമേരിക്കൻ പ്രസിഡന്റായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ കുറിച്ചൊരു സുന്ദരമായ കഥ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് കേൾക്കാറുണ്ട്. ഉनके पास एक गरीब विद्यार्थी मदद मांगने के लिए आए. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ദരിദ്രനായ കുട്ടി അല്ലെ വിദ്യാർത്ഥി സഹായത്തിനായിട്ട് വന്നു. ഉസേ ഉन्होंने $20 दिए. അപ്പോൾ അദ്ദേഹം ആ കുട്ടിക്ക് $20 കൊടുത്തു. വേ തോ വഹ ചോട്ടി റക്കം ദേക്കർ ഭൂൽ ഗയി. ഈ ഒരു കൊടുത്ത കാര്യം അദ്ദേഹം പിന്നീട് മറന്നുപോയി. लेकिन वह विद्यार्थी इस उपकार को न भूला. जब उसके दिन फिरे तब वह $20 लौटाने के लिए फ्रैंकलिन के पास गया. പക്ഷെ ആ കുട്ടി അത് മറന്നില്ല. ആ കുട്ടി പഠിച്ച് ജോലിയൊക്കെ നേടി അദ്ദേഹം സമ്പാദിച്ച് പണം സ്വന്തമായി ഉണ്ടാക്കിയപ്പോൾ ആ $20 കൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ അടുത്ത് വന്നു. फ्रैंकलिन ने कहा, मुझे याद तो नहीं है कि मैंने यह रकम आपको कब दी. പറഞ്ഞു, നിനക്കിത് എപ്പോഴാണ് തന്നെന്ന കാര്യം എനിക്ക് ഓർമ്മ പോലും ഇപ്പോഴില്ല. लेकिन खैर आप इसे अपने ही पास रखिए और जब आपके पास कोई ऐसा ही जरूरत आए तो उसे यह दे दीजिए. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോളുക, ഇതുപോലെ ആരെങ്കിലും ആവശ്യപ്പെട്ട് വന്നു വീഴുമ്പോൾ അവർക്കിത് കൊടുക്കുക എന്ന് പറഞ്ഞു. उस व्यक्ति ने ऐसा ही किया. कहते हैं आज भी वह रकम अमेरिका में जरूरतमंदों के हाथों में घूम रही है. ആ വ്യക്തി ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അദ്ദേഹം ആവശ്യമുള്ള മറ്റൊരാൾക്ക് അത് കൊടുത്തു. അതങ്ങനെ അമേരിക്കയിൽ പറയപ്പെടുന്നത് അതിപ്പോഴും ആ പൈസ ഇങ്ങനെ ആവശ്യക്കാരുടെ കൈകളിലേക്ക് ഇങ്ങനെ കൈമാറി കറങ്ങി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ ഇത് എത്ര മനോഹരമായ ഒരു കാര്യമാണ്. മനുഷ്യനെ സഹജീവികളെ സഹായിക്കാനുള്ള ആ മനോഭാവം അത് കാണിക്കുന്ന എത്ര മനോഹരമായ ഒരു ദൃശ്യമാണിത്, അല്ലെങ്കിൽ എത്ര കാര്യമാണിത്. അടുത്ത പാരഗ്രാഫ്. रुपया कमाना सबके हाथ की बात नहीं है, न शिक्षा पाकर डिग्रियां हासिल करना सबकी पहुंच में है. लेकिन हम सब चाहे तो आनंद और सुख की रश्मियां बिखेर कर
दुनिया को दुख को कुछ न कुछ हल्का जरूर कर सकते हैं. അപ്പോൾ ലോകത്തിലെ എല്ലാവർക്കും പൈസ ധാരാളം സമ്പാദിക്കാൻ എല്ലാവർക്കും ഒരുപോലെ സാധിക്കണമെന്നില്ല. അതുപോലെ തന്നെ പഠനത്തിലൂടെ ഡിഗ്രി സമ്പാദിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആനന്ദവും അല്ലെങ്കിൽ മുഖക്കി രശ്മിയും ബിഖേർക്ക് നമ്മുടെ പുഞ്ചിരിയിലൂടെ എന്താണ് ദുഃഖക്കോ കുച്ച് ന കുച്ച് ഹൽക്ക ജറൂർ കർ സക്തെ. നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിലെ നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളിലെ ദുഃഖങ്ങളൊക്കെ ഒരു പരിധി കുറച്ചൊക്കെ അതിൽ കുറവ് വരുത്താനായിട്ട് നമ്മുടെ പുഞ്ചിരിയിലൂടെയും നമ്മുടെ പെരുമാറ്റത്തിലൂടെയും ഒക്കെ നമുക്ക് സാധിക്കും. लड़ाई, गरीबी, महंगाई और गुलामी से हमारा जीवन तो वैसे ही मुसीबतों से भरा पड़ा है. യഥാർത്ഥം നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള യുദ്ധങ്ങള്, ദാരിദ്ര്യം, വിലക്കയറ്റം, അതുപോലെ അടിമത്തം, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ മൂലം നമ്മുടെ നിരവധി പ്രശ്നങ്ങൾ എല്ലാ വ്യക്തികളും അനുദിനം നേരിടുന്നുണ്ട്. फिर भी हम उसमें कुछ सुख और आह्लाद फैलाकर जिंदगी की लड़ाई को सहने लायक और जीवन को जीने लायक तो बना ही सकते. അപ്പം അതിൽ കുറച്ച് ആഹ്ലാദം വിതറി നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ആ സമരത്തെ നമുക്ക് കൂടുതൽ സഹനയോഗ്യവും അതുപോലെ തന്നെ ജീവിതത്തെ കൂടുതൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഹം ഉസ്കാ ജറാ ഖയാൽ രഖേ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിൽ നമ്മൾ സ്വല്പം ശ്രദ്ധ ഈ കാര്യത്തിൽ വെക്കണം. കാം ബിൽക്കുൽ മുഷ്കിൽ നഹീ ഹെ, ഹമേ സിർഫ് ജറാ ധ്യാൻ ദേനെ കി ജറൂരത് ഹെ. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, മറിച്ച് നമ്മളതിൽ സ്വല്പം ശ്രദ്ധ കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ. ഓർ ഉസ്കാ നതീജ, അതിന്റെ പരിണതഫലം എന്തായിരിക്കും? വഹ്തോ ഹം ഫൗറൻ ദേഖ് സകേഗി, അത് നമുക്ക് വേഗത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അഗർ ജാദു കി തരഹ അസർ ന ഹുവാ തോ ഫിർ കഹി, അതൊരു മാജിഷ്യന്റെ എഫക്റ്റ് പോലെ അല്ലെ മാജിക് പോലെ അതിന് ഫലം ഉണ്ടാവും എന്ന് തന്നെയാണ് ലേഖൻ പറയുന്നത്. അപ്പൊ അത് സൂചിപ്പിക്കുന്ന മറ്റൊരു സംഭവം, ലേഖകന്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു സംഭവം കൂടെ പരാമർശിക്കുകയാണ്. അപ്പനെ കാം സെ ഏക് ബാർ മുംബൈ ജാ രഹാ ഥാ. എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കല് മുംബൈയിൽ പോവുകയായിരുന്നു. लड़ाई के कारण कंपनी ने गाड़ियों की संख्या कम कर दी थी. അപ്പോൾ ആ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് കമ്പനി ട്രെയിനുകളുടെയൊക്കെ എണ്ണം കുറച്ചിരിക്കുകയായിരുന്നു. ഇസ്ലിയെ ഫീഡ് ഖൂബ് രഹത്തി, അത് കാരണം വളരെ വലിയ ട്രെയിനിലെ വലിയ തിരക്കായിരുന്നു. ടിക്കറ്റ് ലേനെ കെ ലിയെ ബക്കായത ചീന ചപ്പടി ഹോത്തി. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നിയമാനുസൃതമായ രീതിയിലുള്ള ഒന്നും തള്ളും ഒക്കെയാണ്. അപ്പം വളരെ ആളുകൾ കൂടുതലും ടിക്കറ്റ് കുറവും. അപ്പം അതുകൊണ്ട് ഭയങ്കര റഷാണ്, ഭയങ്കര ബഹളമാണ് ടിക്കറ്റ് എടുക്കാനായിട്ട്. ഭയങ്കര ഖിഡ്കിക്ക് പാസ് ഫീഡ് ലഗി ഹുയി തി. ടിക്കറ്റ് കൗണ്ടറിന്റെ മുമ്പിൽ വലിയ കൂട്ടം ആളുകൾ ഉണ്ട്. ടിക്കറ്റ് ബാബു ബേച്ചാരെ പരീശാനി സെ ടിക്കറ്റ് ബനാത്തെ ജാത്തെ തി. അപ്പോൾ ആ ടിക്കറ്റ് കൊടുക്കുന്ന ആളുകളുടെ തിരക്ക് മൂലം അദ്ദേഹത്തിന് വളരെ സ്പീഡിൽ എടുത്തു കൊടുക്കണം. നമുക്ക് നമുക്കറിയാം, ട്രെയിൻ വരുന്നു നിൽക്കുന്നു, വളരെ കുറച്ച് സമയം നിൽക്കുകയുള്ളൂ, അതിനുള്ളിൽ ടിക്കറ്റ് എടുത്ത് പോകേണ്ടതായിട്ടുണ്ട്. പലരും ചിലപ്പോൾ ലേറ്റായിട്ട് വരുന്നു, അപ്പം വേഗം വരുന്നു, അവർക്ക് കൊടുക്കണം. അപ്പം ഇത് തിരക്കും കൂടി ആയതോടുകൂടി ടിക്കറ്റിന് വളരെ ആളും കുറച്ചേ ഉള്ളൂ. ഇത് കൗണ്ടറിൽ കുറച്ച് ആളേ ഉള്ളൂ, അധികം പേരൊന്നുമില്ല. അപ്പം അതുകൊണ്ട് വളരെയധികം ഓവർ സ്ട്രെയിൻ വർക്ക് ചെയ്യേണ്ടി വരികയാണ് ഈ ടിക്കറ്റ് ബാബു. ലേക്കിൻ ഉസ് ചോട്ടി സി ഖിഡ്കി मैं न जाने कितने हाथ खुश रहे थे. അപ്പോൾ നമുക്കറിയാം, ടിക്കറ്റ് കൗണ്ടർ ഒരു കൈ മാത്രം കിടക്കാവുന്ന ഒരു ഹോളാണ്. അപ്പം അതിലൂടെ നിരവധി കൈകളാണ് ഈ ടിക്കറ്റിനായിട്ട് നീട്ടുന്നത്. ന ജാനെ കിത്തനി ആവാസയും ആ രഹീതി. അപ്പോൾ പലതരത്തിലുള്ള ശബ്ദം ആണ്, പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ള ആളുകളാണ് വരുന്നത്. ദോ ടിക്കറ്റ് അമരാവതി ബാബു 3.5 അക്കേല ആക്കോല जल्दी देना, अरे गाड़ी तो छूटी जा रही है, बाबू नासिक का एक टिकट. ഇത് റെയിൽവേ കൗണ്ടറിൽ കേൾക്കുന്നതാണ്. അമരാവതിക്ക് ഒരു ടിക്കറ്റ്, പെട്ടെന്ന് ടിക്കറ്റ് തരൂ, അതിൽ വണ്ടി ഇപ്പം വിട്ടു പോകും, നാസിക്കിനേക്ക് ഒരു ടിക്കറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുക. ടഹറു ടഹറു ടിക്കറ്റ് ബാബു कहते जा रहे थे और
पसीना पहुंचते पहुंचते एक एक आदमी को निपाटते जा रहे थे. അപ്പോൾ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്കായിട്ട് തന്റെ നെറ്റിയിലെ വേർപ്പൊക്കെ തുടച്ച് ഈ ഇദ്ദേഹം ഈ ടിക്കറ്റ് കൗണ്ടറിലുള്ള ആള് ടിക്കറ്റ് എടുത്ത് ഓരോരുത്തരായിട്ട് വിടുകയാണ്. और उधर गाड़ी आने का वक्त हो रहा था. लोगों का धीरज छूटने लगा. അപ്പോഴത്തേക്കും ട്രെയിൻ വരേണ്ട സമയമായി. അപ്പോഴത്തേക്കും ആളുകളുടെ ആ ക്ഷമയൊക്കെ നശിച്ചു. താനേക്കാശി शुरू हुई. अरे भैया दक्षिण चढ़ाओ तब जल्दी टिकट मिलेगा. അപ്പോൾ ഈ പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത് കൊടുക്കുന്നതിന് എന്തൊരു സ്വല്പം താമസം വരുമ്പോഴത്തേനും അക്ഷമരായിക്കൊണ്ട് പറയുകയോ പല ഇതും പറയാൻ തുടങ്ങും, പല കമന്റുകളും പറയാൻ തുടങ്ങും. എന്താണ്, ഇയാൾക്ക് ദക്ഷിണ വെച്ചാലേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ എന്താണ്, ഏക് പോലെ ബഡി ഇൻഎഫിഷ്യൻസി മേ, ഇയാൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ ഒരു എന്താണ് എഫിഷ്യന്റ് അല്ല ഈ ഉദ്യോഗസ്ഥൻ. സൂട്ട് പാനെ ഒരു സാഹബിനെ ഫർമായ, ഒരു സൂട്ട് അണിഞ്ഞ ആള്, ഇത് ഇയാൾക്കൊരു എഫിഷ്യൻസി ഒന്നുമില്ല, വളരെ സ്ലോയിലാണ്. ആ സ്റ്റേഷൻ മാസ്റ്റർ ശിക്കായത്ത് കരഞ്ഞു, നമുക്ക് പോയി സ്റ്റേഷൻ മാസ്റ്ററോട് പരാതി പറയാം. തീസരനെ ധംകായ, മറ്റൊരു ഭീഷണിപ്പെടുത്തുക. അപ്പൊ ഈ ടിക്കറ്റിന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ആളുകൾ വന്ന് പല രീതിയിലുള്ള പ്രകടനങ്ങൾ, അവരുടേതായ പ്രതികരണങ്ങൾ നടത്തുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ട് സഹിച്ച് അവരെയൊക്കെ വളരെ മാന്യതയോടെ നിർത്തി അവർക്ക് എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ജോലിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. लेकिन टिकट बाबू इन बातों को सुना अनसुना करके अपना काम करते रहे. ഇദ്ദേഹം ഇത് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ അതൊന്നും അദ്ദേഹത്തിൽ ഒരു എഫക്റ്റും ഇല്ല. അദ്ദേഹം തന്റെ ജോലിയിൽ മുഴുകിക്കൊണ്ട് സ്വാഭാവികമായ ഒരു സമയം എടുക്കും ഓരോ ടിക്കറ്റും കൊടുക്കാനായിട്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന്റെ നമ്പറുകളും അല്ലെ ആളുകളും സ്ഥലവും പേരും ഒക്കെ എഴുതിക്കൊണ്ട്. അപ്പോൾ അതിന് അതിൻ്റെതായ സമയം എടുക്കും. അപ്പോൾ അത് ആളുകൾ പറയുന്നതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം അതിന്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. कभी कभी नाराज हो जाते तो अपनी नाराजी जो ताने कस रहे थे उन्हें टिकट देर से देखकर निकालने की कोशिश करने लगी. അപ്പം ഇങ്ങനെ ആളുകളൊക്കെ പറയുമ്പോൾ വളരെ നിരാശയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും, ആളുകൾ നമ്മളെ പറ്റി മോശമായ രീതിയിലൊക്കെ പറയുമ്പോൾ. അപ്പോൾ എങ്കിലും അദ്ദേഹം ഈ ടിക്കറ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. मैं पास ही खड़ा था टिकट लेना बाकी ही था. ഞാൻ അടുത്ത് നിന്നിങ്ങനെ നിൽക്കുകയായിരുന്നു, टिकट എടുക്കാനായിട്ടുണ്ട്. मैंने अपने पास के मुसाफिरों से धीरे से कहा, जरा ठहरिए भाई साहब, देखिए बेचारा बाबू कितना फंस रहा है. ഞാൻ അടുത്ത് നിന്ന് എന്റെ ഒരാളോട് സഹയാത്രികനോട് പറഞ്ഞു, നോക്കൂ പാവം എത്രയധികം കഷ്ടപ്പെടുകയാണ് പാവം എന്ന്. इस लड़ाई ने रेलवे कर्मचारियों पर तो बेहद काम का बोझ डाल दिया है. ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഈ ഓഫീസർമാർക്ക് വലിയ ഭാരമാണ്, ജോലിഭാരം അവരെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ജിസ്മേ ചോട്ടെ ചോട്ടെ ക്ലർക്കൊക്കെ തോ മരൺ ഹെ. ഇതില് ഈ ചെറിയ ചെറിയ ക്ലർക്കുമാർക്ക് അവരുടെ ജീവിതം എന്ന് പറഞ്ഞ മരണതുല്യമായ അത്രയധികം കഠിനമായ ഓവർലോഡ് വർക്ക് അവർക്ക് ചെയ്യേണ്ടി വരികയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഉസ് ഗരീബ് ടിക്കറ്റ് ബാബു പർ ഇൻ ശബ്ദവും കാ അജീബ് അസർപ്പെടും. അപ്പൊ ഇത് കേട്ടപ്പോ ഈ ടിക്കറ്റ് ബാബുവിന് വലിയൊരു എഫക്റ്റ് അദ്ദേഹത്തിനുണ്ട്. കാരണം എല്ലാവരും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം പെട്ടെന്ന് ഒരാൾ മാത്രം ഇങ്ങനെ പോസിറ്റീവായിട്ട് പറയുന്നത് കേട്ടപ്പോൾ അതിന് വലിയൊരു എഫക്റ്റാണ് ഉണ്ടായത്. കുച്ച് പൂച്ചിയ മത് ബാബു സാഹബ്. അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറയുകയാണ്, ഒന്നും പറയണ്ട. എന്താണ്, ഉസ്നെ സിർ പർ സെ ടോപ്പി ഉതാർത്തെ ഹുയെ, തന്റെ തലയിലുണ്ടായിരുന്ന തൊപ്പിയൊക്കെ ഇങ്ങനെ തലയിൽ നിന്ന് ഊരിയിട്ട് ആ ഒരു എന്താണ് ഫോർമാലിറ്റിയൊക്കെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ പറയാനെന്ന് തോന്നണമെങ്കിൽ നമ്മുടെ ഉണ്ടായ അദ്ദേഹത്തിന്റെ തനിക്കെതിരായിട്ടുള്ള ആളല്ല, തന്നെ ഭാഗത്ത് തന്നെ കാണാൻ സാധിക്കുന്ന ആളാണെന്ന് മനസ്സിലാകുമ്പോഴാണ് അത്തരത്തിലുള്ള പെരുമാറ്റം വരിക. പിസായി ഹോ രഹി ഹെ കി ഹിസാബ് നഹി. നമ്മളെ ശരിക്കും പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിനൊരു കണക്കുമില്ല, അതുപോലെ പണിയാണ്. കമ്പനിനെ സ്റ്റാഫ് ബഡാനെ കെ ലിയെ കഹാ തോ നാ മേ ജവാബ് ആയ. അപ്പോൾ ഇവിടെ ജോലി അധികമാണ്, അതുകൊണ്ട് സ്റ്റാഫിനെ കൂട്ടണം എന്ന് പറഞ്ഞ് തയ്ച്ചിട്ട് അല്ലെങ്കിൽ ഒരു മറുപടി അതിനുള്ള നോ എന്ന മറുപടിയാണ് പറഞ്ഞത്. महंगाई भत्ते के लिए दरख्वास दी तो कहते हैं विचार करेंगे. അപ്പോൾ ഇതില് കൂടുതൽ കൂട്ടാനൊക്കെ ആയിട്ട് അതിന്റെ റേറ്റും അതിന്റെ ടിക്കറ്റിന്റെ ഒക്കെ മഹങ്കായി വർദ്ധിപ്പിക്കാനായിട്ട്
വർദ്ധിപ്പിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് കുറയാം ആളുകൾ ഇതിന്റെ തിരക്ക്. അപ്പൊ എന്നാലും അതിലെ വിചാർ കരേക്ക് അതിൽ ഇത് പരിഗണിക്കാം, അത് ആലോചിക്കാം എന്നൊക്കെയാണ്. ബഡി മുസീബത്ത് ഹെ ഖൈർ ആപ്കോ കഹാൻ ജാനാ ഹെ ബാബു സാഹിബ്. എന്തായാലും വലിയ ഒരു കുഴപ്പത്തിൽ തന്നെയാണ് ഇപ്പം. എന്തായാലും സാറിന് എവിടെയാണ് പോകേണ്ടത് എന്ന് അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുകയാണ്. मुझे उसने फौरन टिकट दे दिया और उसी हॉल से पूछा आप यहाँ रहते हैं. അദ്ദേഹം എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്തു തന്നു. എന്നിട്ട് ചോദിച്ചു, താങ്കൾ ഇവിടെ തന്നെയാണ്, ഈ ഏരിയയിലാണോ അല്ലെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്? मैंने कहा हाँ, അതെ എന്ന് പറഞ്ഞു. ലൗട്ടാക്ക ജറൂറത്ത് ദർശൻ ദീജിയേഗ. അപ്പം തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞു. उसने वहीं से नमस्कार करते हुए कहा और उत्साह से खटाखट टिकट काट कर भीड़ छाड़ना शुरू कर दी. അപ്പം അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമസ്കാരം പറഞ്ഞുകൊണ്ട് വളരെ ഉത്സാഹത്തോടു കൂടി വീണ്ടും ടിക്കറ്റ് ഇങ്ങനെ മുറിച്ച് ആളുകൾക്ക് വളരെ സ്പീഡിൽ സന്തോഷത്തോടെ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പം അത് കാണിക്കുന്ന ഇദ്ദേഹത്തിന്റെ ചെറിയൊരു വാക്ക് വളരെ നിരാശയിലും വിഷമത്തിലും നിന്നിരുന്ന അദ്ദേഹത്തിന് ഒരു പുതിയ ഊർജം പകർന്നു കൊടുക്കുകയാണ്. അപ്പം അതാണ് ഒരു ധനനഷ്ടവും കൂടാതെ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കാവുന്ന ഇൻഫ്ലുവൻസ് എത്ര വലുതാണ് എന്നുള്ളതാണ്. छोटी सी घटना है लेकिन एक सबक सिखाती है. ഒരു ചെറിയ സംഭവമാണ്, പക്ഷെ അതൊരു വലിയ പാഠമാണ് പഠിപ്പിക്കുന്നത്. बात तो सच ही थी कि टिकट बाबू का काम बहुत बढ़ गया था. യഥാർത്ഥത്തിൽ ഈ ടിക്കറ്റ് എടുക്കുന്ന ഓഫീസറിന്റെ ജോലി യഥാർത്ഥത്തിൽ വർദ്ധിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. യുദ്ധ കെ കാരൻ സഫി മഹകമ കാ യഹി ഹാൽ ഹെ. യുദ്ധം ഉണ്ടായത് കാരണം ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ എല്ലാ ഓഫീസിലെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. जिन्होंने ताना कसे उनके खिलाफ उसका दिल खड़ा हो गया. मैंने सहानुभूति दर्शाई तो उसका हृदय मोम सा हो गया और उसने केवल मुझे ही नहीं बल्कि दूसरों को भी जल्दी जल्दी टिकट देना शुरू किया. അപ്പം അദ്ദേഹത്തോട് ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ദയ അനുകമ്പ ഒക്കെ എൻ്റെ ഹൃദയത്തിൽ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്നോട് മാത്രമല്ല അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന എല്ലാവരോടും അദ്ദേഹം വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് ജോലി ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടി എന്നുള്ളതാണ്. സഹാനുഭൂതിക്ക് ഇൻ തോടെ ശബ്ദോനെ ഉസെ നയി താക്കത്തി. സഹാനുഭൂതിപൂർണമായ ഒരു വാക്ക് ഈ ഓഫീസർക്ക് ഒരു പുതിയ ശക്തി ആണ് പ്രദാനം ചെയ്തത്. ഇത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് പലപ്പോഴും അനുഭവമുള്ളതാണ്. നമുക്കും ഇതുപോലെ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആശ്വാസത്തിന്റെ ഒരു വാക്ക് നമുക്ക് ലഭിക്കുമ്പോഴും അത് നമ്മുടെ അതുവരെയുള്ള വിഷമങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്യാനും അത് മറക്കുവാനും കൂടുതൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കുന്നു. മേരെ ശബ്ദ് മഹജ് ഉസെ ഖുശ് കർനെ കെ ലിയെ നഹി കഹേ ഗയേ സച്ച് ഹൃദയ സെ നിക്കലെ തെ. അദ്ദേഹത്തെ വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആയിട്ട് ഞാൻ പറഞ്ഞതല്ല, മറിച്ച് എൻ്റെ ഹൃദയത്തിൽ നിന്നും അത് പുറത്തേക്ക് വന്നതാണ്. വഹ് ബാബു ഭി ഉസ് സച്ചായി കോ സമജ് ഗയ. ആ ഓഫീസറും എൻ്റെ ഈ സത്യസന്ധത അത് അദ്ദേഹം മനസ്സിലാക്കി. ഉസ് പർ ഉൻകാ തുരന്ത് അസർ ഹുവ. അതിന്റെ ഫലം അദ്ദേഹത്തിന് വളരെ പെട്ടെന്നുണ്ടായി. हो सकता है उसके मन को उन शब्दों से कुछ सांत्वना मिली हो और मुझे क्या कीमत देनी पड़ी कुछ नहीं. അപ്പോൾ എൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹത്തിന്റെ മനസ്സിന് വലിയ സാന്ത്വന ആശ്വാസം ലഭിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്കോ അതിനായിട്ട് ഒരു മുടക്കുമുതലും വന്നില്ല, ഒന്നും തന്നെ എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു സംഭവം കൂടെ അദ്ദേഹം പരാമർശിക്കുന്നു. एक बार मैं बैंक में अपना हिसाब खोलने के लिए गया. ഒരു പ്രാവശ്യം ഞാൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാനായിട്ട് പോയി. क्लार्क मुझसे सवाल पूछता जाता था और पासबुक में दर्जा करता जाता. അദ്ദേഹം എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്, പേര്, അഡ്രസ്സ്, മറ്റു ഡീറ്റെയിൽസ് എല്ലാം എന്നോട് ചോദിക്കുകയും അത് അതിൽ എഴുതി ചേർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. मैंने देखा उसके अक्षर दरअसल बहुत अच्छे हैं. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ കൈയക്ഷരം വളരെ മനോഹരമാണ് എന്ന് എനിക്ക് മനസ്സിലായി. मैंने फौरन कहा जरा पासबुक दिखाइए तो आपकी लिपि बहुत सुंदर दिखती है. പാസ്ബുക്ക് ഒന്ന് കാണിച്ച്, താങ്കളുടെ കൈയക്ഷരം വളരെ മനോഹരമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. और उसे नजदीक से देखकर मैंने कुछ मन ही मन और जोर से कहा ब्यूटीफुल. അപ്പൊ ഇത് അടുത്ത് കണ്ടിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഓ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. उस क्लर्क का चेहरा प्रसन्नता से खिल उड़ा. ഇത് കേട്ടപ്പോൾ ആ ക്ലർക്കിന്റെ മുഖം സന്തോഷം കൊണ്ട് ഇങ്ങനെ വിടർന്നു, പൂ വിടരുന്നത് പോലെ വിടർന്നു എന്നുള്ളതാണ്.
बैंक के रूखे आंकड़ों से माथापच्ची करते करते उसका तमाम दिन बीतता था. അപ്പോൾ ഈ ബാങ്കിലെ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കണക്കുകളാണ്, ഓരോ ബില്ലുകളും കണക്കുകൾ, ഓരോ രൂപയുടെ കണക്കുകളാണ്. അതിൽ പ്രത്യേകിച്ച് വലിയ ഒരു റിലാക്സിനോ അല്ലെങ്കിൽ തമാശയ്ക്കോ അല്ല ഒന്നും ഒരു സാധ്യതയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ അവർക്ക് ടാലി ആകത്തില്ല. അതിൻ്റെതായ പല പ്രശ്നം, അപ്പം അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവും. അപ്പം ഒരു മിനിറ്റ് പോലും ശ്രദ്ധ മാറാൻ പാടില്ല. അപ്പം അങ്ങനെ അത് കുറെ കഴിയുമ്പോൾ അതിലൊരു മടുപ്പൊക്കെ തോന്നാം കുറേ സമയം. അപ്പം അങ്ങനെയുള്ള ഈ മടുപ്പുള്ള ഈ അവസരത്തിൽ, ഇങ്ങനെ കഴിയുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒരു പക്ഷേ ഇതിന് വലിയൊരു ആശ്വാസവും അവർക്ക് വലിയ എനർജിയും നൽകുന്നതാണ്. काम के उन नीरस गंढों में उसे आनंद का अनुभव नहीं हुआ था. അപ്പൊ ഇങ്ങനെ ഒരു ആനന്ദത്തിന്റെ അനുഭവം ഈ മണിക്കൂറുകൾ നീളുന്ന ഈ ജോലിയിൽ അവർക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ കുച്ച് അഭിമാൻ സെ ഓർ കുച്ച് വിനയ സെ വഹ് ധീരെ സെ ബോല. അപ്പൊ ഞാനിങ്ങനെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു അഭിമാനബോധത്തോടെയും അതുപോലെ തന്നെ വിനയത്തോടെയും അദ്ദേഹം എന്നോട് പറഞ്ഞു, ജി ഹാ മാനേജർ സാഹിബ് ने भी इस बारे में मेरी तारीफ की. മാനേജർ സാറും എന്നെ ഈ വിഷയത്തിൽ എന്നെ പ്രശംസിച്ചിട്ടുണ്ട്, എന്റെ കൈയക്ഷരത്തെ കുറിച്ച്. ഹൈസ്കൂൾ में मुझे हस्तलिपि के लिए पहला पारितोषिक भी मिला था. ഹൈസ്കൂളിലായിരിക്കുമ്പോൾ എനിക്ക് കയ്യെഴുത്തിന് പാരിതോഷികം അല്ലെങ്കിൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. कोई आश्चर्य की बात नहीं मैंने कहा. അതിൽ അത്ഭുതമൊന്നുമില്ല, കാരണം അത്ര മനോഹരമാണ് താങ്കളുടെ കൈയക്ഷരം. അതിൽ അത്ഭുതമൊന്നുമില്ല. താങ്കൾ തീർച്ചയായും കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാനേജർ പ്രശംസിച്ചിട്ടുണ്ടാവും. ഈ രണ്ട് കാര്യത്തിൽ യാതൊരു അത്ഭുതവുമില്ല, കാരണം അത്രത്തോളം മനോഹരമാണ് താങ്കളുടെ ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ളതാണ്. ഉസ്കാ വഹ ആനന്ദ് സെ ഖിലാ ഹുവാ ചെഹര അബ് ഭി മേരി ആംഖോം കെ സാമനെ. സന്തോഷം കൊണ്ട് വിടർന്നു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ആ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് എന്നാണ്. ഹോ സക്താ ഹൈ ഉസ് ദിൻ शाम को उसने अपने दोस्तों में इस छोटी सी घटना का जिक्र किया हो या अपनी पत्नी से यह बात अभिमान के साथ कही हो. ഒരുപക്ഷെ അദ്ദേഹം വൈകുന്നേരം തന്റെ കൂട്ടുകാരോട് ഈ കാര്യം പങ്കുവച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വളരെ അഭിമാനത്തോടുകൂടി തന്റെ ഭാര്യയോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. उसमें एक गुण था, उसकी सच्चे मन से दाद दी गई इसलिए वह खुश हो गई. അദ്ദേഹത്തിന്റെ ഒരു വലിയ ഗുണം, അതിനെ വളരെ സത്യസന്ധതയോടെ നമ്മൾ അംഗീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത്. शायद दूसरे क्लर्क उसके इस गुण के कारण उससे जलते हो. ഒരുപക്ഷെ അദ്ദേഹത്തിനൊപ്പമുള്ള മറ്റു ഓഫീസർ ഇതേ ഗുണം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തോട് അസൂയപ്പെടുന്നുണ്ടാകും. और उन्होंने कभी प्रशंसा का एक शब्द भी न कहा हो. അത് കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവര് അദ്ദേഹത്തോട് അസൂയ ഉള്ളതും കാരണം ഒരുപക്ഷെ കൈയക്ഷരത്തെ പറ്റിയാണ് നല്ലതിനെ പറ്റി ഒരിക്കലും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല. ലേക്കിൻ അബ് തോ ഉസ്കെ ഗുണ കി ഖദ്ർ കി ഗയി. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ക്വാളിറ്റി, ഗുണം, അതിന് വില കൊടുത്തിരിക്കുകയാണ്. मुझे भी बड़ी प्रसन्नता हुई कि मैं उन थोड़े से शब्दों द्वारा उस क्लर्क के जीवन में किंचित मात्र भी क्यों न हो सुख तो पहुंच सका. അപ്പോൾ എനിക്കും വളരെ സന്തോഷം. കാരണം എന്താണ്, ചെറിയൊരു വാക്കിലൂടെ ആ ക്ലർക്കിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ സന്തോഷം, അല്ലെങ്കിൽ സുഖത്തോ പൗച്ച്, ഒരു സന്തോഷം അല്ലെങ്കിൽ സുഖം എനിക്ക് പകരാനായിട്ട് സാധിച്ചു എന്നതിൽ വലിയ സന്തോഷമാണ്. അപ്പോൾ ഇതാണ് ഈ നിബന്ധന. അപ്പോൾ ഇതിന്റെ സാരം എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൂടെയാണ്. മറ്റുള്ളവർക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ലോകം എന്ന് പറയുന്നത് എല്ലാവർക്കും ഓരോ ലോകമുണ്ട്, സ്വന്തമായ ഓരോ ലോകമുണ്ട്. ഇപ്പം എൻ്റെ കണ്ണിലൂടെ ചെവിയിലൂടെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് എൻ്റെ ലോകം. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ ലോകമുണ്ട്. അപ്പം ആ ലോകത്തിൽ അവിടെ നിങ്ങൾ വരുന്നവർക്ക് സന്തോഷം വിതറാനും അവിടെ ഈ സന്തോഷത്തിന്റെ പൂത്തിരികൾ വിതറാനും ഒക്കെ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പം അങ്ങനെ സാധിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള പ്രപഞ്ചത്തിന്, നിങ്ങൾ കാണുന്ന ആ ലോകം, അതാണ് ആ പ്രപഞ്ചത്തിന് നന്മ ചെയ്യുമ്പോൾ, ചുറ്റുപാടുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ, അപ്പോൾ നിങ്ങൾ ഈ ലോകത്തിന് ഒരു ഉപകാരമുള്ള അല്ലെങ്കിൽ അനുരൂപനമായ ഒരു വ്യക്തിയായി മാറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ ബൈബിളിലൊരു വാചകമുണ്ട്, എന്താണ്, നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ നന്മയ്ക്കും നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്കും നന്മയ്ക്കായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ഈ പ്രപഞ്ചവും ചുറ്റുപാടും മുഴുവൻ നിങ്ങൾക്കൊപ്പം നിൽക്കും. അപ്പോൾ അങ്ങനെ അവിടെ മുഴുവൻ സന്തോഷവും
സമാധാനവും ഒക്കെ വിതറാനായിട്ട് സ്വർഗതുല്യമാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത് തന്നെയാണ് ഈ നിബന്ധനയിലൂടെ ലേഖകൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. താങ്ക് യു.